2 ദിവസം മുമ്പ് ഞാൻ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഹോട്ടലിൽ പോയി. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും അമ്മയും മോളും ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഒരു നെക്സ്റ്റ് ടേബിളിൽ 2 ആൾക്കാർ, ഒരു ഭാര്യയും ഭർത്താവും ആണെന്ന് തോന്നുന്നു. ആ ഒരു ജസ്റ്റ് മാരിഡ് എന്നുള്ള ഒരു ഇതിലാണ് അവരവിടെ ഭക്ഷണം കഴിക്കുന്ന രീതിയും അവർ സംസാരിച്ചിരുന്ന രീതിയും ഒക്കെ സത്യത്തിൽ എന്നെ ഒരു വിഷയം പറയിപ്പിക്കാനാണ് ഇന്നെൻ്റെ പ്രേരിപ്പിക്കുന്നത്. ഔചിത്യബോധം. ഇതിൽ നമ്മൾ ചില സ്ഥലത്ത് പോകുന്ന സമയത്ത് അവിടെ നമ്മൾ പാലിക്കേണ്ട ചില പെരുമാറ്റ രീതികളും കാര്യങ്ങളും ഉണ്ട്. അത് നമുക്കൊരു ടെക്സ്റ്റ് ബുക്കിലോ ഒന്നും പഠിക്കില്ല. അത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയും നമ്മൾ അറിഞ്ഞും അത് പെരുമാറ്റത്തിൽ കൂടെ നമ്മൾ മറ്റുള്ളവരെയൊക്കെ കണ്ട് ചെറുപ്പത്തിലൊക്കെ കണ്ട് നമ്മൾ അതങ്ങനെ അറിഞ്ഞു വരുന്നതാണ്. അല്ലാണ്ട് കരിക്കുലത്തിലൊന്നും അതുണ്ടാവില്ല. ആ 2 വ്യക്തികൾ അവിടെ ഇരുന്ന് ചെയ്യുന്ന സമയം ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്ന ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അവരോട് ഒരു കാര്യം നമ്മൾ പറയണം. കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി, പ്രൈവറ്റ് പ്ലേസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് പ്ലേസിലും പബ്ലിക് പ്ലേസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള മാന്യതയോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. ഇതിപ്പോൾ നമുക്കിത് പ്രതികരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ഓഫ് ദി ഇതാവും. കാരണം ഇങ്ങനെയൊന്നും ഒക്കെ ഇപ്പം എന്താ ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ സൗകര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഔട്ടാവും. കാരണം അവിടെ ബാക്കി എല്ലാവരും വന്നിരിക്കുന്നത് ഓരോ ഇമോഷനിലായിരിക്കും ഓരോ ടേബിളിൽ ഇരിക്കുന്നവരും ഇരിക്കുന്നുണ്ടാവും. ചിലർ ഒന്നും വീട്ടിൽ ചിലപ്പോൾ വഴക്ക് അടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് ഇതാവും, അത് കഴിഞ്ഞ് വന്നതാവും. ചിലപ്പോൾ ഒരു ബർത്ത്ഡേ ആയിരിക്കാം ചിലത്. അപ്പോൾ പലയും നമ്മളായിട്ട് അവിടെ ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്ത് ബഹളം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മൾ നോക്കുന്നു എന്ന് കാണുമ്പോൾ ചിലരിത് മാറും, അത് മനസ്സിലാവും. ഇതങ്ങനെയല്ല. നമ്മൾ നോക്കുന്നു എന്ന് കാണുമ്പോൾ അത് കുറച്ചും കൂടി വൾഗറാവുക അവിടുത്തെ ആ സീനുകളും കാര്യങ്ങളും. ഹോട്ടലുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ സംബന്ധിച്ച് കസ്റ്റമറാണ്. അപ്പോൾ ഔചിത്യബോധം എന്നുള്ള ഒരു കാര്യം നമ്മൾ പലപ്പോഴും പല ആൾക്കാരിലും അത് എങ്ങനെയാണ് എന്നുള്ളത് മറന്നു പോകുന്നതാണ്. ഇപ്പം ഇതേപോലെ തന്നെ ഈ ഹോട്ടലിൽ നമുക്ക് കാണാം ചിലപ്പോൾ ബഹളം, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓളിയിട്ട് സംസാരിക്കുക. ഇപ്പുറത്തെയും ചെയറിലുള്ളവരും നമ്മൾ മനസ്സിലാക്കണം, ഒരു ഹോട്ടലിൽ വന്നിരുന്ന് കഴിക്കുന്ന സമയത്ത് ഇപ്പുറത്തും അവർക്കും സംസാരിക്കാനുണ്ട്, അവർക്കും കാര്യങ്ങൾ ഇത് ചെയ്യാനുണ്ട്. സോ അത് ഒരു പെർട്ടിക്കുലർ ഇത് അവരിങ്ങനെ ഉറക്ക സംസാരിച്ച് ഉറക്ക ബഹളം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് എന്തുണ്ടാവും, ഡിസ്റ്റർബൻസ്. കുട്ടികളെ അവരുടെ കുട്ടികളെ ഇങ്ങനെ ചില നല്ല കുറച്ചും കൂടി സ്റ്റാർ ഹോട്ടൽസ് റേറ്റഡ് 3 സ്റ്റാർ 5 സ്റ്റാറിലൊക്കെ വേണമെങ്കിൽ കുട്ടികൾക്ക് ഒരു ബേബി സിറ്ററോ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ കുട്ടിയെ നോക്കും. ചിലപ്പോൾ സാധാരണ ഹോട്ടൽസിലൊന്നും അത് ഉണ്ടാവാറൊന്നുമില്ല എന്നുള്ള. അപ്പോൾ കുട്ടികളെ നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. അപ്പം നമുക്ക് കാണാം ചെറിയ കുട്ടികളെ ചിലപ്പോൾ അങ്ങോട്ട് ഊളിയിട്ട് കരയുന്നുണ്ടാവും അവർ. അപ്പം അവർക്ക് ചിലപ്പോൾ എവിടേക്കെങ്കിലും പോകാനായിരിക്കും ആ കുട്ടികൾ കരയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലത്തെ ഏതെങ്കിലും ഒരാൾ ആ കുട്ടിയെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെയ്യും. അതേപോലെ ചിലവരുണ്ട്, അവരവിടെ ഇരുന്ന് കഴിക്കുക, എന്നിട്ട് കുട്ടികളെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുട്ടികളെ ഇങ്ങനെ അഴിച്ചു വിട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ബാക്കി സീറ്റിൽ ഇരിക്കുന്നവർക്ക് ഈ കുട്ടികൾ തനിയെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ടെൻഷനാണ്. ഈ കുട്ടികൾ വീഴുകയും എന്തെങ്കിലും ചെയ്തു, നമ്മുടെ ടേബിളിൻ്റെ അടുത്ത് വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ വീഴുക, കാര്യങ്ങളോ എന്തെങ്കിലും പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്താൽ അവരവിടെ സുഖമായിട്ടിരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവാം, എൻജോയ് ചെയ്യുന്നുണ്ടാവാം. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ എവിടെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഇതിപ്പോൾ ഞാൻ ഹോട്ടലിൽ പറഞ്ഞു, ഇത് പല സ്ഥലത്തും കാണാനുണ്ട്. ഹോസ്പിറ്റലിൽ നമ്മൾ ചില സമയത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ കാണാം, നമ്മളിങ്ങനെ ICUവിൻ്റെയൊക്കെ പുറത്ത് നമ്മളിങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് നമുക്കും ഒരു ദിവസം, ഒരു ബുദ്ധിമുട്ടുള്ളൊരു ദിവസം നമുക്കും ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെയും ഔചിത്യബോധമില്ലാതെ സംസാരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം. ഉറക്കെ മൊബൈൽ ഫോണിൽ ഉറക്കെ പാട്ട് വയ്ക്കുക, ഉറക്കെ സംസാരിക്കുക, മരണത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഇവിടെ സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അവിടെ സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സംസാരിക്കുക എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ചിലപ്പോൾ അവിടെ പരിചയപ്പെടാനോ ഒന്നുമുള്ള മൂഡിലൊന്നും ആയിരിക്കില്ല. അത് നമ്മളോട് പേരെന്താ, നാളെന്താ, വയസ്സെന്താ, എവിടെയാണ് ജോലി, എങ്ങനെയാണ് ജോലി, അവിടെ അതിൻ്റെയൊക്കെ മുമ്പിൽ ഇരിക്കുന്നവർ പല ഇമോഷനിലായിരിക്കും, പല ഇതിലുമായിരിക്കും ഇരിക്കുന്നുണ്ടാവും.
അപ്പോൾ അങ്ങനെ ഇതേപോലെ തന്നെ നമ്മൾ ബസ്സിൽ, ട്രെയിനിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ ഒരു ഒരു എവിടെയാണ് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. മറ്റുള്ളവരുടെ ഇതിലേക്ക് ഒന്ന് കയറി നിന്ന് നോക്കിയാലാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ആ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ വലിച്ചു വാരിയിട്ട് കഴിക്കുക, ചുറ്റുമാക്കി കഴിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ബർത്തിലൊക്കെ ആവുന്ന സമയത്ത് നമ്മളതൊക്കെ നീറ്റായിട്ട് തന്നെ കഴിക്കണം. ചിലപ്പോൾ ഒരു പേപ്പർ മടിയിൽ വിരിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ ഇതങ്ങനെയല്ല, അതങ്ങനെ അങ്ങോട്ട് വാരി വലിച്ച് കഴിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധാപൂർവം ചെയ്യണം എന്നുള്ളതാണ്. അതേപോലെ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാനുള്ള ഒരു ഇതാണ് ഈ ഇയർപോഡ് വെച്ചിട്ടുള്ള ആൾക്കാരോടാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ എവിടേക്ക് നമ്മളിങ്ങനെ അവമതിക്കുന്ന പോലെ നമുക്ക് തോന്നും. കാരണം ചിലപ്പോൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും, ഇവരുടെ ചെവിയിൽ ഇതുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അറിയ പോലും ഇല്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പെട്ടെന്ന് നമ്മളോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഇവർ ശരി അപ്പം ഞാൻ എന്താ ഇവിടെ ശരിയല്ലല്ലോ പറയേണ്ടത്, നോക്കുമ്പോൾ ഇവർ സംസാരിക്കുകയായിരിക്കും. അത് കേട്ടോണ്ടിരിക്കും. ഇവർ സംസാരിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പറയുന്നത് കേൾക്കുന്ന പോലെ അഭിനയിച്ച് ഇത് കേൾക്കുമായിരിക്കും എന്നാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അതൊന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സംസാരിക്കുന്ന ആൾക്കൊരു തോന്നലെങ്കിലും ഉണ്ടാവും, ഇത് നമ്മൾ എന്ത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവരോട് അതുപോലെ മീറ്റിങ്ങുകളിൽ ഇരിക്കുന്ന സമയത്ത്, അപ്പം നമ്മൾ മീറ്റിങ്ങിന് നമ്മൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇയർപോഡ് വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവർ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ തന്നെ ആയിരിക്കും ഇതിൽ ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു കോള് വരികയും അവിടെ സംസാരിക്കുകയും അവിടെ പാട്ട് കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുണ്ടോ അറിയുന്നു, നമുക്കറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവരിതിൻ്റെ ഇടയിൽ ചില ആക്ഷൻസ് കാണിക്കും. ഇതിങ്ങനെ വെച്ചിട്ടുണ്ടാവും, ഇവർ തലകൊണ്ടൊക്കെ ഇങ്ങനെ ആക്ഷൻസ് കാണിക്കുമ്പോൾ നമ്മൾ മുമ്പിലിരിക്കണം, നമ്മൾ വിചാരിക്കും നമ്മളോടാണ് കാണിച്ചതെന്ന് വിചാരിക്കും നമ്മൾ. അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ നമ്മൾ അവിടെ അടുത്ത് ചെല്ലുമ്പോഴാണ് അല്ലല്ല ഇതുണ്ടാവും. ഇതൊരു വല്ലാത്ത ഒരു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ടെക്നോളജിയാണ്, ഇതൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ടെക്നോളജി ഇത് യൂസ് ചെയ്യണം. പക്ഷേ ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നത് നമ്മളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാവാം, മറ്റുള്ളവരിന് അസൗകര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാവരുത് ഈ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ലോഞ്ചിലിരിക്കുമ്പോഴോ തനിയെ ട്രെയിനിലിരിക്കുമ്പോഴോ ട്രാവൽ ചെയ്യുന്ന സമയത്തോ ഒക്കെ നമുക്ക് വെക്കാം, ഇയർപോഡ് വെക്കാം. കാരണം അത് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സമയങ്ങളാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതൊക്കെ, കാരണം മറ്റുള്ളവർക്കൊന്നും ഡിസ്റ്റർബൻസ് ഇല്ല, അത് വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ബസ്സിൽ കണ്ടിട്ടുണ്ടോ, നമ്മളിപ്പോൾ 3 പേര് ഇരിക്കുകയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഒരാൾ അയാളുടെ ഫോൺ തുറന്ന് വെച്ചാൽ അയാൾക്ക് ഇഷ്ടമുള്ള പോലെ അയാളത് വെക്കും. നമ്മളെ ആകെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ വെക്കും. ചിലവർ സീരിയൽസ് കാണും അതിലിരുന്നിട്ട്. ഈ ഡയലോഗ് മുഴുവനും നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ കാരണം അത് നോക്കണ്ടെന്ന് പറഞ്ഞാലും തനിയെ വിഷ്വൽ ഇതല്ലേ, ഇമ്പാക്റ്റ് അല്ലേ, അപ്പോൾ തനിയെ നമ്മുടെ ശ്രദ്ധ ഇതിലേക്ക് പോകും. സോ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള ഈ ടെക്നോളജി ഉപയോഗിച്ച് അതൊക്കെ നമുക്ക് സുഖമാണ്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയം നമ്മൾ കണ്ടു അല്ലേ, തമിഴ്നാട്ടിൽ ചീഫ് മിനിസ്റ്റർ വിജയ് ചെയ്ത് ഒരു കുട്ടിയുടെ 10 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ ബലാത്സംഗം ചെയ്ത് അതിൻ്റെ കേസ് വിസ്തരിക്കുന്ന സമയത്ത് കഴിയുമ്പോൾ ഒരു ഉറക്ക ചിരിച്ചു. ആ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ആ ഒരു കേസ് ഹിസ്റ്ററി പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്നിട്ട് ഇവരങ്ങോട്ട് ആഘോഷിക്കുന്ന കാണുമ്പോൾ ഉടനെ അടിച്ചു കൊടുത്തുല്ലോ സസ്പെൻഷൻ. മണിക്കൂറുകൾ കഴിഞ്ഞില്ല, അത് വൈറലായി. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മീഡിയ സമ്മതിച്ചു കൊടുക്കണം. വൈറലായി ഉടനെ കിട്ടി സസ്പെൻഷൻ. കാരണം ചിരിക്കേണ്ട സമയത്തെ നമ്മൾ ചിരിക്കാൻ പാടുള്ളൂ. മരണ വീട്ടിലേക്ക് നമ്മൾ പോവുക, മരണ വീട്ടിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് അതവൻ്റെ ബന്ധങ്ങൾ പുതുക്കുക. അവിടെ പോയി നിന്നിട്ട് അവിടെയൊക്കെ സൈലൻ്റാണ്. സോ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് 2 പ്രേയേഴ്സ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ പോയ ആൾക്കാർക്ക് മറ്റവർക്ക് നമ്മുടെ പ്രസൻസ് ഫീൽ ചെയ്ത് കൊടുക്കാനും ആ പോകേണ്ട ദിവസം തന്നെ നമ്മൾ പോകണം. കാരണം അവർ ആ മൊമെൻറ്റിലാണ് നമ്മുടെ പ്രസൻസ്. ചിലപ്പോൾ നമുക്കൊന്നും സംസാരിക്കുക പോലും വേണ്ട മറ്റേ ഫാമിലി മെമ്പേഴ്സിനോട്. നമ്മുടെ പ്രസൻസോ ഒന്നും നമ്മൾ അവിടെ നിന്ന് സംസാരിച്ച് അവിടെ കിടന്നിട്ട് അതിൻ്റെ ഹിസ്റ്ററി മുഴുവനും ചെകഞ്ഞെടുത്ത് എങ്ങനെയാണ് എന്താണ് ഇതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ഔചിത്യബോധം ഇത് പഠിപ്പിക്കാൻ പറ്റില്ല, ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. വായിച്ചും കണ്ടും കേട്ടും ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക ഇനിയുള്ള കാര്യങ്ങൾ. കാരണം ഇതൊന്നും പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റില്ല നമുക്ക് പബ്ലിക്കിൽ നിന്ന്, അത് ബാക്കിയുള്ളവർക്കും കൂടി ന്യൂസൻസ് ആവും. ശ്രദ്ധിക്കൂ. ഇനിയും വരാം ഇതേപോലെയുള്ള കണ്ടൻറ്റായിട്ട്. മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം,
നിങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ ഇടണം. ബൈ.